Hi students, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിയ എന്നുള്ള കഥയാണ് പറഞ്ഞു വന്നിരുന്നത്. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി പറയാം. അപ്പോൾ നമ്മൾ ഏതുവരെ പറഞ്ഞത് പോളിയക്ക് ഒരു ലെറ്റർ, പോളിയ എന്ന് പറഞ്ഞ ഒരു ഇല്ലിറ്ററേറ്റ്, അതായത് എഴുതാനും വായിക്കാൻ അറിയാത്തൊരു സ്ത്രീയാണ്. പക്ഷെ അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞെങ്കിൽ ഇവാൻ എന്താണ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇവാൻ എപ്പോഴും ഇവളെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇവൾ പഠിപ്പിച്ചിരുന്നോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അപ്പോൾ അവസാനം അവൾക്ക് എന്ത് കിട്ടും? നമ്മൾ ഇന്നലെ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അവസാനം അവൾക്കൊരു ലെറ്റർ കിട്ടുന്നു. അത് വായിക്കാൻ അറിയാത്ത കാരണം ഒരു നിരാശ ഉണ്ടാവുന്നു. ബാക്കി നോക്കാം. ഈവൻ ദോ ഇറ്റ് ഈസ് സംബഡി എൽസ് ലെറ്റർ, അവൾക്കറിയാം ഇത് ആരുടെയോ മറ്റാരുടെയോ ലെറ്റർ ആണെന്നറിയാം. ഷീ തോട്ട് ഐ ഹാവ് ഗോട്ട് ടു നോ വാട്ട് ഈസ് ഇൻ ഇറ്റ്, അവൾക്ക് അതിൽ എന്താണെന്ന് അറിയണം. മേ ബി ഇറ്റ് വിൽ ചേഞ്ച് മൈ ഹോൾ ലൈഫ്, ചിലപ്പോൾ ഇത് എൻ്റെ ജീവിതം മാറ്റിമറിച്ചേക്കാം. മേ ബി ഇവാൻ ലവ്സ് അനദർ വുമൺ, ഇവാൻ എന്ത് ചെയ്യാം, വേറൊരു സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ടാവും. മേ ബി ഐ വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ദി കൺട്രി ആൻഡ് വർക്ക് ആസ് എ പെസൻറ്റ്. ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇവാൻ വേറൊരു സ്ത്രീയെ സ്നേഹിക്കുകയാണെങ്കിൽ ഇവളെന്ത് ചെയ്യണം? അവളുടെ നാട്ടിലോട്ട് പോയി അവിടെ ഒരു കർഷകയായി ജീവിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ സുഖ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പോളിയ സ്റ്റാർട്ടഡ് ടു ക്രൈ, പോളിയ എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. ആൻഡ് ബിഗാൻ തിങ്കിങ് അബൌട്ട് ഹൗ ഇവാൻ സീം ടു ഹാവ് ചേഞ്ച് ലേറ്റ്ലി, എന്നിട്ട് ഇങ്ങനെ ഇവാൻ ഈ അടുത്ത കാലത്തുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഹി സീംഡ് ടു ബി ടേക്കിംഗ് മോർ കെയർ ഓഫ് ഹിസ് മൊസ്റ്റാഷ് ആൻഡ് ഹിസ് ക്ലോത്ത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ മൊസ്റ്റാഷ് മീശയ്ക്കും അതുപോലെ തന്നെ ക്ലോത്തിനൊക്കെ ഒന്നും കൂടി കെയർ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പോളിയ സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ദി ലെറ്റർ, പോളി എന്ത് ചെയ്തു? ആ ലെറ്ററിൻ്റെ അടുത്തിരുന്നു. ഷീ കെപ്റ്റ് ക്രൈയിങ് ആൻഡ് സ്നിഫിങ്, തേങ്ങി കരയാൻ തുടങ്ങി. ബട്ട് ഷീ കുഡ് നോട്ട് റീഡ് ഇറ്റ് അറ്റ് ഓൾ, അതുകൊണ്ട് പക്ഷെ എന്താ ചെയ്യുക, കാര്യമൊന്നുമില്ല, വായിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. ടു ഷോ ഇറ്റ് സമ്മൺ എൽസ് വുഡ് ബി അൺതിങ്കബിൾ, ഇനി ഇതൊരു വേറെ ആൾ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ അത് അവൾക്ക് ആലോചിക്കാനും കൂടി പറ്റാത്തതായിരുന്നു. പോളിയ ഹെഡ് ദ ലെറ്റർ ഇൻ ഹെർ കബോർഡ്, പോളി എന്ത് ചെയ്തു? ആ കബോർഡിൽ ആ ലെറ്റർ ഒളിപ്പിച്ചു വെച്ചു. ഫിനിഷ് സ്യൂയിങ് ദ ജാക്കറ്റ് ആൻഡ് വെയിറ്റഡ് ഫോർ ഇവാൻ ടു കം ഹോം, ആ ഒരു ജാക്കറ്റ് തുന്നുമ്പോഴാണ് ആ ഒരു ലെറ്റർ കണ്ടത്. തുന്നൽ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ഇവാൻ ജോലി കഴിഞ്ഞ് വരുന്നത് വെയിറ്റ് ചെയ്യാണ്. വെൻ ഹി റിട്ടേൺഡ് പോളിയ ഡിഡ് നോട്ട് ലെറ്റ് ഹിം നോ അറ്റ് എനിത്തിങ് വാട്ട് ഹാപ്പൻ. അപ്പോൾ നമ്മളുടെ ഇവാൻ തിരിച്ചു വന്നിട്ടും പോളി എന്ത് ചെയ്തില്ല? സംഭവിച്ചൊന്നും പറഞ്ഞില്ല. On the contrary, in a calm and even voice, she told her husband that she had nothing against doing a little studying. വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, എനിക്കിനി പഠിക്കുന്നതിൽ വിരോധമൊന്നുമില്ല. ആൻഡ് ദാറ്റ് ഷി വാസ് ഫെഡ് അപ്പ് വിത്ത് ബീയിങ് ആൻ ഇഗ്നോറൻറ്റ് ഇല്ലിറ്ററേറ്റ് പെസൻറ്റ്, എനിക്ക് ഇതുവരെ നിരക്ഷരായതിൽ, എഴുതാനും വായിക്കാനും അറിയാത്തതിൽ, അറിവില്ലായ്മയിൽ എനിക്കിപ്പോൾ എന്തുണ്ട്? ഒരു ഫെഡപ്പ്, നിരാശയുണ്ട്. ഇവാൻ നിക്കോളവിച്ച് വാസ് ഓവർജോയ്ഡ് ടു ഹിയർ ഇറ്റ്, അത് കേട്ടപ്പോൾ ഇവാൻ എന്ത് ചെയ്തു? ഭയങ്കര സന്തോഷമായി. ദാറ്റ്സ് ജസ്റ്റ് ഫൈൻ ഹി സെഡ്, ഐ മൈസെൽഫ് വിൽ ടീച്ച് യു ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. പറയാണ്, ഞാൻ ഇനി എങ്ങനെയാണ് നിന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാമെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാമെന്ന് ആര് പറഞ്ഞു? ഇവാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു ഭാഗത്തിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ഷീ ഡിസൈഡ് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്, എന്തുകൊണ്ടാണ് എഴുതാനും വായിക്കാനും എഴുതാനും വായിക്കാനും പഠിക്കണം എന്ന് ആഗ്രഹം എന്തുകൊണ്ടായിരിക്കും? യെസ്, ബിക്കോസ് ഷീ കുഡിൻറ്റ് റീഡ് ദ ലെറ്റർ, എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ലെറ്റർ വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും വായിച്ചിട്ട് എഴുതാനും വായിക്കാനും പഠിച്ച ലെറ്റർ വായിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ്ന്റ് പോളിയ ടെൽ ഹർ ഹസ്ബൻഡ് എനിത്തിങ് അബൌട്ട് ദി ലെറ്റർ, എന്തുകൊണ്ടായിരിക്കും ആ ലെറ്ററിനെ കുറിച്ച് ഒരു കാര്യം നമ്മൾ പോളിയ ഹസ്ബൻഡിനോട് പറയാതിരുന്നത്? യെസ്, ഷീ തോട്ട് ഇറ്റ് വുഡ് ബി ഹിസ് ലവേഴ്സ് ലെറ്റർ, അവൾ വിചാരിച്ചു എന്താണ്, അത് അവളുടെ ഹസ്ബൻഡിൻ്റെ ലവറിൻ്റെ ലെറ്ററാണ്. അപ്പോൾ ലെറ്റർ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹസ്ബൻഡ് ആ ലെറ്ററിൻ്റെ പിന്നാലെ പോവും എന്നുള്ളത് കൊണ്ടാണ് കാണിച്ചു കൊടുക്കാതിരുന്നത്. All right, go ahead, said Polia as she started fixed at Ivan's clipped little mustache. അപ്പോൾ ഭർത്താവ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഭാര്യ നമ്മളുടെ പോളിയെ സമ്മതിച്ചു. അപ്പോൾ ആ സമ്മതിക്കുമ്പോഴും പോളിയെ നോക്കുന്നത് അവൻ്റെ ആ ഒരു മൊസ്റ്റാഷ്, ആ ഒരു മീശയിലോട്ടാണ്, അത്രയും ക്ലീൻ ആയിട്ടിരിക്കുന്ന മീശയിലോട്ടാണ്. For 2 silent months, Polia studied every day. 2 മാസം എന്ത് ചെയ്തു? പോളിയ നന്നായി പഠിച്ചു. She patiently put together the words. പതുക്കെ ഓരോ വേർഡ്സ് എടുത്തു വായിക്കാൻ തുടങ്ങി. ലേൺ ടു ഫോം ലെറ്റർ, വാക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് മെമ്മറൈസ്ഡ് സെൻറ്റൻസസ്, ഓരോ സെൻറ്റൻസ് മെമ്മറൈസ് ചെയ്യാൻ തുടങ്ങി. എവറി ഈവനിങ് ഷീ ടുക്ക് ദ ട്രഷേർഡ് ലെറ്റർ ഔട്ട് ഓഫ് ദി കബോർഡ്, ഓരോ ദിവസം വൈകുന്നേരം ആകുമ്പോഴും എന്ത് ചെയ്യും? ആ കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ആ ലെറ്റർ പുറത്തെടുക്കും. ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് സീക്രട്ട് മീനിങ്, എന്നിട്ട് അതിൻ്റെ മീനിങ് ഒക്കെ ഒന്ന് വായിക്കാൻ നോക്കും. ബട്ട് ഇറ്റ് വാസ് നോ ഈസി ജോബ്, പക്ഷെ അതെന്തായിരുന്നു? അത്ര ഈസി ആയിട്ടുള്ള ജോബ് അല്ലായിരുന്നു. It was the 3rd month of
ബിഫോർ പോളിയ ലേൺ ഹൗ ടു റീഡ്. ഇപ്പം 3 മാസമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. വൺ മോർണിംഗ് വെൻ ഇവാൻ നിക്കോളവിച്ച് ഹാഡ് ഗോൺ ടു വർക്ക്. ഒരു ദിവസം നമ്മൾ ഇവാൻ എന്ത് ചെയ്തു, ജോലിക്ക് പോയ സമയത്ത് പോളിയ ടുക്ക് ദ ലെറ്റർ ഔട്ട് ഓഫ് ദി കബോർഡ് ആൻഡ് സ്റ്റാർട്ടഡ് റീഡിങ് ഇറ്റ്. പോളിയ എന്ത് ചെയ്തു, ആ കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ലെറ്റർ എടുത്തിട്ട് വായിക്കാൻ തുടങ്ങി. എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് നിക്കോളവിച്ച് ഓവർജോയ്ഡ്. എന്തുകൊണ്ടായിരിക്കും നിക്കോളവിച്ച് ഭയങ്കര സന്തോഷവാനായത്? യെസ്, ഹിസ് വൈഫ് വാസ് റെഡി ടു ഹൗ ടു റൈറ്റ് ആൻഡ് റീഡ്. എങ്ങനെ എഴുതാനും വായിക്കാനും പഠിക്കാൻ തുടങ്ങി, അതാണ് സന്തോഷവാനായത്. ആൻഡ് 9th വൺ, ഡിസ്ക്രൈബ് ഹൗ പോളിയ ലേൺ ടു റീഡ്. എങ്ങനെയാണ് വായിക്കാൻ പഠിച്ചത്? നമ്മളുടെ ആ ഒരു സെക്കൻഡ് പാരഗ്രാഫ്. For 2 silent months, Polia studied every day. She patiently put together words, learned to form the letters, and memorized sentences. Every evening, she took the treasured letter out of the cupboard and tried to find out its secret meaning, but it was no easy job. It was the 3rd month before Polia learned how to read. അപ്പോൾ അത് 3ാമത്തെ മാസമായി എങ്ങനെയാണ് വായിക്കാന്ന് പഠിച്ചത്. One morning when Ivan Nikolaevich had gone off to work. ഒരു ദിവസം നമ്മൾ ഇവാൻ എന്ത് ചെയ്തു, വർക്ക് ചെയ്യാൻ പുറത്തുപോയി. പോളിയ took the letter out of the cupboard and started reading it. അപ്പോൾ പോളിയ എന്ത് ചെയ്തു, കബോർഡിൽ നിന്ന് ലെറ്റർ എടുത്തിട്ട് വായിക്കാൻ തുടങ്ങി. It was hard for her to understand the small handwriting. ആ ചെറിയ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാക്കാൻ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടി. But the slightest scent of perfume from the paper pushed on her. പക്ഷേ ആ ഒരു പേപ്പറിലെ ആ ഒരു മണം അത് ഏതെങ്കിലും സ്ത്രീകളുടേതാണോ എന്നുള്ള അർത്ഥത്തിൽ അവൾ എന്ത് ചെയ്തു, വായിക്കാൻ ഇത് പ്രേരിപ്പിച്ചു. ദ ലെറ്റർ വാസ് അഡ്രസ്ഡ് ടു ഇവാൻ നിക്കോളവിച്ച്. ആ ലെറ്റർ ആർക്കുള്ളത് തന്നെ ആയിരുന്നു, ഇവാനുള്ള തന്നെ ആയിരുന്നു. ലെറ്റർ ഇങ്ങനെയാണ്: ഡിയർ ഫ്രണ്ട്, ഐ ആം സെൻഡിങ് യു ദ ബുക്ക് ഐ പ്രോമിസ്ഡ്. അപ്പം ഞാൻ പറഞ്ഞ ബുക്ക് ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ് യുവർ വൈഫ് ഷുഡ് ബി ഏബിൾ ടു ലേൺ ഹൗ ടു റീഡ് ഇൻ 2 or 3 months. എന്തായാലും നിങ്ങളുടെ ഭാര്യ എന്ത് ചെയ്യും, 2-3 മാസത്തിൻ്റെ ഉള്ളിൽ വായന പഠിക്കും. പ്രോമിസ് മീ ഓൾഡ് ബോയ് ദാറ്റ് യു വിൽ മേക്ക് ഹർ ഡു ഇറ്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എക്സ്പ്ലെയിൻ ടു ഹർ, മേക്ക് ഹർ ഫീൽ ഹൗ ഡിസ്ഗസ്റ്റിംഗ് ഇറ്റ് ഈസ് ടു ബി ആൻ ഇല്ലിറ്ററേറ്റ് വുമൺ. എത്രയാണ് ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, വായിക്കാനും എഴുതാനും അറിയാത്ത ഒരു ആളുടെ പ്രശ്നം എന്തൊക്കെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. മേക്ക് ഷുവർ യു ഡോണ്ട് ഫോർഗെറ്റ് ടു ടീച്ച് ഹർ ടു റീഡ് ആൻഡ് റൈറ്റ് ഇവാൻ നിക്കോളവിച്ച്. പിന്നെ ആ ബുക്ക് മാത്രം പഠിപ്പിച്ചാൽ പോരെ, എന്താണ്, നിങ്ങളുടെ പേരായ ഇവാൻ നിക്കോളവിച്ചിനും എഴുതാൻ അവളെ പഠിപ്പിക്കണം. വിത്ത് ഗ്രീറ്റിംഗ്സ് മറിയ. മറിയയാണ് ആ ബുക്ക് തുടക്കത്തിൽ പറഞ്ഞ ആ ബുക്ക് അയച്ചിരുന്നത്. അപ്പോൾ ഈ കത്തും മറിയൻ്റേതാണ്. പോളിയ റെഡ് ദിസ് ലെറ്റർ ചോയ്സ് ഇനഫ്. അപ്പോൾ എന്താണ്, ഒരു തവണ വായിച്ചിട്ട് ഒന്നും എന്താണ് വിശ്വസിക്കാൻ പറ്റാത്ത 2 തവണ വായിച്ചു. ദെൻ പ്രസ്സിങ് ഹർ ലിപ്സ് ടുഗദർ സാഡ്ലി ആൻഡ് ഫീലിംഗ് somehow secretly insulted, she burst into tears. അപ്പോൾ ഇത്രയും ദിവസം ഭർത്താവിനെ സംശയിച്ചല്ലോ എന്നുള്ള ആ ഒരു സങ്കടം മൂലം അവളുടെ എന്തേ മനസ്സ് ഉരുകാൻ തുടങ്ങി. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് പോളിയ ഡു ആഫ്റ്റർ റീഡിങ് ദ ലെറ്റർ. ലെറ്റർ വായിച്ചിട്ട് പോളിയ എന്താ ചെയ്തത്? പോളിയ read the letter enough twice, then pressing her lips together sadly and feeling somehow secretly insulted, she burst into tears.